ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം എന്താണ് അഭാജ്യ സംഖ്യകൾ എന്നറിയണം. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും പിന്നെ ആ സംഖ്യയും മാത്രമാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? അഭാജ്യ സംഖ്യ എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണെന്ന്. അപ്പം ഇവിടെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2 അപ്പം ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2. ഇനി 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പം 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പം 1 മുതൽ 25 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 9 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 9. 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 9. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് അടുത്ത ചോദ്യം. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 25 25. അപ്പോൾ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതായിരുന്നു? 2. അപ്പം ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 97 97. അപ്പം ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ഏതാണ്? 97. ഇനി ആദ്യ 10 അഭാജ്യ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. എങ്ങനെ ആദ്യ 10 അഭാജ്യ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 129 ആയിരിക്കും. 129. അപ്പോൾ ആദ്യ 10 അഭാജ്യ സംഖ്യയുടെ തുക എത്രയാണ്? 129. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സംഖ്യയുടെ അതിൻ്റെ ഘടകവും കാണും, ഒന്നും കാണും. ഘടകമായിട്ട് അത് ഒന്നും അതേ സംഖ്യയും വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു അഭാജ്യ സംഖ്യ എന്ന് പറയാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ 25 എണ്ണമാണ്. 1 മുതൽ 25 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ 9 എണ്ണമാണ്. ഏറ്റവും വലിയ 2 അക്ക അഭാജ്യ സംഖ്യ ഏതാണ്? 97 ആണ്. ആദ്യത്തെ 10 അഭാജ്യ സംഖ്യകളുടെ തുക എത്രയാണ്? 129. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക.